ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി ഫോൾട്ട് ലൈൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് റെഡ് ബീ കേക്ക് വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് അതിന് പകരം ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി കേക്കിന് വേണ്ട എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഈ എഗ്ഗ് ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് 3/4 കപ്പ് പഞ്ചസാര എടുക്കാം. ഇനി മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. കളർ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് മെല്ലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോറും ഈ ഒരു പാലും ഇടവിട്ട് ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കാം. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ടിന്നിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാം. ഞാൻ സ്റ്റൗവിൽ കുക്കറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ കേക്ക് റെഡിയായി കിട്ടി. ഇപ്പോൾ റെഡ് വെൽവെറ്റ് സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വാനില സ്പോഞ്ച് ഒന്ന് റെഡിയാക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 3 മുട്ടയിലേക്ക് അര കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കാം. ഇനി ബാറ്റർ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വാനില സ്പോഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കാം. ചോക്ലേറ്റ് സ്പോഞ്ചിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ 3 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലും നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോറും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മുട്ടയിൽ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും അര കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ഓയിലും തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ചോക്ലേറ്റ് സ്പോഞ്ചിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ 8 ഇഞ്ചിൻ്റെ ടിന്നിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് സ്പോഞ്ചും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 സ്പോഞ്ചും ഇവിടെ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഞാനിവിടെ 2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 3 കേക്കും 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫില്ലിങ്സിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ബേസിൽ കുറച്ച് ക്രീം തേച്ച് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ലെയറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യാം. ഇനി ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ക്രീമിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഈ ഒരു ലെയറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് വാനില കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ഇനി ക്രീമിൻ്റെ മുകളിൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ച് കൊടുക്കുക. ഇനി റെഡ് വെൽവെറ്റ് സ്പോഞ്ച് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ട് വെറ്റ് ചെയ്തിട്ട് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബാക്കി 2 ലെയറും അതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് മൊത്തം ഒന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇപ്പോൾ ക്രീം മുകളിലും സൈഡിലൊക്കെ മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
ഇപ്പോൾ മൊത്തം ക്രീം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ചുറ്റിലും മുകളിലൊക്കെ ആയിട്ട് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ബ്രഷ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ടേണിംഗ് ടേബിൾ ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഇപ്പോൾ മൊത്തം ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു കേക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ കേക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഞാൻ കുറച്ച് ക്രീമിൽ പീച്ച് കളർ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ആ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ക്രീം മോൾ ഭാഗത്ത് എത്താത്ത തരത്തിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയിൽ തന്നെ കൊടുക്കണം. എന്നാലേ നമുക്ക് ഒരു ഫോൾട്ട് ലൈൻ കേക്കിൻ്റെ ആ ഒരു എഡ്ജൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം സൈഡിൽ നല്ല കട്ടിയിൽ തന്നെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പീച്ച് കളറുള്ള ഭാഗത്ത് നമ്മൾ എഡ്ജിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്തിട്ട് നമ്മൾ ആ ഒരു എഡ്ജിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങയുടെ നീരിനും പകരം വെള്ളമായാലും മതി. ഈ ഒരു ഗോൾഡൻ ഡസ്റ്റിൻ്റെ പെയിൻറ്റ് ഒരു പീച്ച് ഭാഗത്തുള്ള എഡ്ജിലൊക്കെ ഒന്ന് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രസ് ചെയ്തിട്ട് കൊടുക്കരുത്. ഒന്ന് മെല്ലെ ഫെദർ ടച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മൊത്തം ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ നട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഗോൾഡൻ ബോൾസ് താഴ്ഭാഗത്തും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഒരു ബ്രഷിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 റോസ് ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലവർ തലേ ദിവസം വാങ്ങിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഒരു ഫ്ലവറിന് 20 രൂപ വെച്ചിട്ട് 80 രൂപയ്ക്കാണ് ഈ ഒരു 4 ഫ്ലവർ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഭാഗത്ത് അലൂമിനിയം ഫോയിൽ വെച്ച് ഇതേപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം കേക്കിൻ്റെ മുകളിലും സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഫ്ലവറിൻ്റെ കൂടെ ഇതേപോലെയുള്ള ഒരു ലീഫ് അതുപോലെ തന്നെ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടൊന്ന് വെച്ചെടുക്കാം. ഇത് സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇപ്പോൾ ഫ്ലവറും ലീഫൊക്കെ വെച്ചിട്ട് അവസാനമായിട്ട് കേക്കിൻ്റെ മുകളിൽ ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫോൾട്ട് ലൈൻ കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.